ബിഗ് ബോസിന്റെ ലൈവിൽ അങ്ങനെ അഭിഷേകിനെ ജിൻഡോ കൊന്നിരിക്കുകയാണ്. ജിൻഡോ ആ ഒരു പെട്ടിക്കകത്ത് അഭിഷേകിനെ കയറ്റി കിടത്തുന്നു. പക്ഷേ ഇതൊരു പ്രാങ്കാണ്. അഭിഷേകിനെ ആ ഒരു പെട്ടിക്കകത്ത് കയറ്റി കിടത്തിയിട്ട് ജിൻഡോ വീടിൻ്റെ അകത്ത് ചെന്നിട്ട് എല്ലാവരോടും പറയുവാണ്, അയ്യോ അവിടുത്തെ ആ ഒരു പെട്ടിക്കകത്ത് ആരോ ഉണ്ട്, ശവക്കല്ലറയിൽ ആ ഒരു പെട്ടിക്കകത്ത് അനക്കം കേൾക്കുന്നുണ്ട്, അവിടെ ആരോ ഉണ്ട്, നിങ്ങളെല്ലാവരും കൂടെ വാ, നമുക്ക് ഒരുമിച്ച് പോയി നോക്കാം, അവിടെ ആരോ ഉണ്ട് എന്ന് പറയുന്നു. പക്ഷേ ആ ജിൻഡോയുടെ അഭിനയം കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി ചുമ്മാ പറ്റിക്കാൻ പറയുന്നതാണ്. എല്ലാവർക്കും മനസ്സിലായി പ്രാങ്കാണെന്ന്. ജാസ്മിനൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു, ഓ ഇങ്ങനല്ലേ പറയുന്നത്, പോയി നോക്കേണ്ട കാര്യമൊന്നുമില്ല, അവിടെ ആരും ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ ഋഷി പറയുന്നുണ്ട്, ഞാൻ വന്ന് നോക്കാം, എൻ്റെ പുറകെ ആരും വരണ്ട, ആരും ഇല്ലയെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ ചുമ്മാ പോയി നോക്കിയിട്ട് വരാം, ഞാൻ കൺഫേം ചെയ്തിട്ട് വരാമെന്ന് പറയുന്നു. എന്നിട്ട് പക്ഷേ ഡോറിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേനും ഋഷിക്ക് മനസ്സിലായി അഭിഷേകിനെ കാണാനില്ലെന്ന്. കാരണം ഋഷി ഓൾറെഡി കണ്ടിരുന്നു ജിൻഡോയും അഭിഷേകും പുറത്ത് നിന്ന്. അപ്പം ജിൻഡോയോട് ചോദിക്കുന്നുണ്ട്, അഭിഷേക് എവിടെയും ചോദിക്കുന്നു. അപ്പോൾ ജിൻഡോ ഒന്നും മിണ്ടുന്നില്ല. അഭിഷേക് അകത്ത് എന്തോ ബാത്റൂമിൽ അവിടെ ഇവിടെ എന്നൊക്കെ പറയുന്നു. എന്തായാലും ഋഷി അവസാനം വന്ന് നോക്കി കഴിയുമ്പം ജിൻഡോ പുറത്ത് നിന്ന് കാല് പിടിക്കുകയാണ്. എടാ ഋഷി, നീ എങ്ങനെയല്ലോ അവരെ വിളിച്ചുകൊണ്ട് പോവാ, ഈ അഭിഷേകിൻ്റെ തിരുപ്പുണ്ട്, നമുക്ക് എല്ലാവരെയും പേടിപ്പിക്കാമെന്ന് ഋഷിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അവസാനം ഋഷി പോയിട്ട് എല്ലാവരും വിളിക്കാൻ തുടങ്ങുമ്പം എല്ലാവരും ഇതിൻ്റെ അകത്ത് എന്തോ ശരിക്കും ഉണ്ടോ എന്നൊക്കെ ഋഷിയും ചെന്ന് പറയുന്നു. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, എടാ ഒരാൾ പോസ്റ്റർ ഒട്ടിച്ച സ്ഥലത്ത് നീ വീണ്ടും പോസ്റ്റർ ഒട്ടിക്കല്ലേ എന്ന് പറഞ്ഞ് ഋഷീനെ അങ്ങ് തേച്ചൊട്ടിക്കുന്നു. അപ്പോൾ തന്നെ ഋഷി പറയുന്നുണ്ട്, അങ്ങേര് കാല് പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞാന്ന് പറയുന്നു. എന്തായാലും പ്രാങ്ക് അവസാനം മൂഞ്ചി. പക്ഷെ അതിൻ്റെ രശ്മിനെയൊക്കെ വിളിച്ചുകൊണ്ടൊന്ന് നോക്കുന്നുണ്ട്. അഭിഷേക് ബാത്റൂമിലാണ്, ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും പറഞ്ഞു കഴിയുമ്പോൾ അവസാനം രശ്മിനൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. പക്ഷേ രശ്മിനെ അറിയാം, ചുമ്മാ തമാശയ്ക്ക് ഒന്ന് നോക്കിയതാണ്. രശ്മിൻ തുറന്ന് നോക്കിയപ്പോൾ ആരും കണ്ടില്ല. എന്തായാലും പ്രാങ്ക് മൂഞ്ചിയിട്ടുണ്ട് രണ്ടുപേരുടെയും. എന്തായാലും ബിഗ് ബോസിന് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.